പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡിസംബർ 6 ഹൈക്കോടതിയിൽ ഒരു നിർണായക ദിവസമായിരുന്നു. ഇന്നാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അത് 1-ാം തീയതിയോ 30-ാം തീയതിയോ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ പരിഗണനയ്ക്ക് വന്നപ്പോൾ അന്ന് ആ കേസ് കേട്ടത് ബെച്ചു കുര്യൻ തോമസിൻ്റെ സിംഗിൾ ബെഞ്ചായിരുന്നു. ആ ന്യായാധിപൻ്റെ സിംഗിൾ ബെഞ്ചായിരുന്നു. ആ ന്യായാധിപൻ ആ കേസ് ഫയലിൽ സ്വീകരിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിശദമായ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ പോലീസിനോട് കേസ് ഡയറി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ CBIക്കും നോട്ടീസ് അയച്ചു. ഈ 3 കാര്യങ്ങൾ അന്ന് ആ ന്യായാധിപൻ ചെയ്യുകയുണ്ടായി. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് നവംബർ 26-ാം തീയതിയായി. അന്നതിനെ തുടർന്ന് ഈ 3 കാര്യങ്ങൾ ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞ ന്യായാധിപൻ ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം ആ കേസ് 6-ാം തീയതി പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. എന്നാൽ അതിനിടയിൽ ഒരു റോസ്റ്റർ ചേഞ്ച് വന്നു ഡിസംബർ 2-ാം തീയതി. അതായത് ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ അന്ന് മാറി. അതിനെ തുടർന്ന് ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ബെച്ചു കുര്യൻ തോമസ് ഒഴിവാക്കപ്പെടുകയും ആ കേസ് പരിഗണിക്കുന്നത് കൗസർ എടപ്പകത്ത് എന്ന ന്യായാധിപൻ ആവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇന്ന് ഡിസംബർ 6-ന് ഈ കേസ് പരിഗണനയ്ക്ക് വന്നു. കേസിന് പരിഗണനയ്ക്ക് വന്ന ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരല്പം വിശദമായി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഹൈക്കോടതിയിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ ഈ കേസിൻ്റെ ആത്യന്തികമായിട്ടുള്ള തീരുമാനത്തെ ബാധിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇന്ന് നടന്നത് നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ അതേസമയം എന്താണിന്ന് ഹൈക്കോടതിയിൽ നടന്നത്, ആ നടന്നതിനകത്തുനിന്ന് എന്തെങ്കിലും സൂചനകളോ അല്ലെങ്കിൽ ദുസ്സൂചനകളോ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്രയേറെ പൊതുജന ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കേസ് ഹൈക്കോടതിയിൽ എത്തുന്നത്. ഇതിനുമുമ്പ് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളൊന്നും ഇല്ലാത്ത നിലയിലുള്ള ഒരു പബ്ലിക് ഗേസ്, ഒരു പൊതുജന ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശദമായി ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങളെല്ലാം തന്നെ മഞ്ജുഷയുടെ അഭിഭാഷകനോടായിരുന്നു. കേസ് കൈകാര്യം ചെയ്യുന്ന ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവകാശമുണ്ട്. ആരോട് എപ്പോൾ എന്ത് ചോദ്യം, പ്രോസിക്യൂഷനോടോ അല്ലെങ്കിൽ മഞ്ജുഷയോടോ ഒക്കെ എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാനുള്ള അവകാശാധികാരം ന്യായാധിപനുണ്ട്. പക്ഷേ ഇന്ന് ന്യായാധിപനായിട്ടുള്ള കൗസർ എടപ്പകത്ത് മഞ്ജുഷയുടെ അഭിഭാഷകനോടാണ് മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ചോദിച്ചത്. അദ്ദേഹം ആദ്യം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ CBIയോട് നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും, കോടതി ആവശ്യപ്പെട്ടാൽ തങ്ങൾ ഈ കേസെടുക്കാൻ തയ്യാറാണ് എന്ന് CBI പറഞ്ഞുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കണ്ടത്, തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയുടെ അഭിഭാഷകനോട് ഫോണിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നാണ്. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൂചനയാണ് എന്നുള്ള നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ CBI കോടതി ആവശ്യപ്പെട്ടാൽ തങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ആത്യന്തികമായി കോടതി CBIയോട് അന്വേഷിക്കാൻ പറഞ്ഞാൽ CBI അന്വേഷിച്ചേ മതിയാവും. പക്ഷേ ഉയരാവുന്ന ഒരു വാദമെന്ന് പറയുന്നത് CBI ഏറ്റെടുക്കാൻ തയ്യാറാണോ അല്ലോ എന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴും CBI ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ അത് പറഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സോ ഫാർ സോ ഗുഡ്. അവിടം വരെ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ പോലും ആത്യന്തികമായി
കോടതി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചേ മതിയാവും, അത് മാൻഡേറ്ററിയാണ് എന്നുള്ളതാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കോടതിക്ക് വേണമെങ്കിൽ CBIക്ക് വേണമെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അത് മാൻഡേറ്ററി ആവണമെന്നില്ല. പക്ഷേ കോടതി പറഞ്ഞാൽ അത് മാൻഡേറ്ററിയാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞാൽ CBI അന്വേഷിച്ചേ മതിയാവും. എന്തായാലും കോടതി ആവശ്യപ്പെട്ടാൽ തങ്ങൾ അന്വേഷിക്കാമെന്ന് CBI പറഞ്ഞത് അത്രത്തോളം നല്ലത്, അല്ലെങ്കിൽ ഒരു നല്ല സൂചനയായി നമുക്ക് വിലയിരുത്താം എന്നാണ് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഇനി കോടതി ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ആ ചോദ്യങ്ങളെല്ലാം തന്നെ മഞ്ജുഷയോടായിരുന്നു എന്ന്. പ്രോസിക്യൂഷനോട് വേണമെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു, പക്ഷേ ജഡ്ജിക്ക് അങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചില്ല എന്ന് നമ്മൾ വിലയിരുത്തിയാൽ മതി. ഇനി നമ്മൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരാം. ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു സൂചന എൻ്റെ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്, ആ ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളെ വേണമെങ്കിൽ നമുക്ക് കോടതിയുടെ ഒരു കാഴ്ചപ്പാടായിട്ട് വേണമെങ്കിൽ നിരീക്ഷിക്കാം, അതല്ല തിരിച്ചും നിരീക്ഷിക്കാം. അതായത് മഞ്ജുഷയുടെ അഭിഭാഷകനിൽ നിന്ന് കൃത്യത വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവും കൂടി ആ ചോദ്യങ്ങൾക്കുണ്ട് എന്നും വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. എന്തായാലും കോടതി ഇന്ന് ഉയർത്തിയ ചോദ്യങ്ങൾ ആർ അമനബിൾ ടു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. കാരണം ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഈ പറഞ്ഞതുപോലെ കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാൻ വയ്യ എന്ന് ആദ്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ ഈ CBIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോടതി ചോദിച്ച ചോദ്യത്തിൽ കോടതി തന്നെ ഒരു ഭേദഗതി വരുത്തിയതായിട്ടാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. കോടതി ആദ്യം CBIയുടെ നിലപാടെന്താണ് എന്ന് ചോദിച്ചു. എന്നാൽ തുടർന്ന് കോടതി CBIയുടെ നിലപാടല്ല ഇക്കാര്യത്തിൽ പ്രധാനം, CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനമാണ് ഇക്കാര്യത്തിൽ പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് CBIയുടെ നിലപാട് ചോദിച്ച കോടതി ആ വാദഗതി പിന്നീട് തിരുത്തുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം കോടതി 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം കോടതി ചോദിച്ചൊരു ചോദ്യം, ഇത് ആത്മഹത്യയും ആണോ കൊലപാതകമാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ അത് കൊലപാതകമാണ് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പറയാതിരുന്നത് എന്ന് കോടതി ചോദിച്ചു. അതായത് ആദ്യം ആത്മഹത്യയാണെന്ന് പറഞ്ഞത് പിന്നീട് കൊലപാതകം എന്നുള്ള നിലയിൽ നിങ്ങൾ ഭേദഗതി ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ കോടതി ചോദിച്ച ചോദ്യമെന്ന് പറയുന്നത് അത് കൊലപാതകമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് നിങ്ങൾ എന്തുകൊണ്ട് ജാമ്യാപേക്ഷയിൽ വാദം നടന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് കോടതി ചോദിച്ചു. അത് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് നിരീക്ഷിക്കാം. രണ്ടാമത് കോടതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച്, ഓട്ടോപ്സിയെക്കുറിച്ച് ചോദിച്ചു. ഓട്ടോപ്സിയിൽ എന്താണ് തെളിഞ്ഞത്, പരിക്കുകൾ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം വീണ്ടും മഞ്ജുഷയുടെ തന്നെയായിരുന്നു. ആരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നേതൃത്വം നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ SP ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് അത് സൂപ്പർവൈസ് ചെയ്തുകൂടെ, സുപ്പീരിയർ ഓഫീസർ ടു സൂപ്പർവൈസ് ദ കേസ് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ SITയുടെ മുകളിൽ കമ്മീഷണർക്ക് അന്വേഷിച്ചുകൂടെ എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം വീണ്ടും മഞ്ജുഷയോട് തന്നെയായിരുന്നു. അത് പ്രതിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ പോകില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുമോ എന്നും ജഡ്ജി വീണ്ടും ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ അമനബിൾ ടു ഇൻ്റർപ്രിറ്റേഷൻ. ഇത് ഒരു ഭാഗത്ത് വേണമെങ്കിൽ ജഡ്ജിയുടെ കാഴ്ചപ്പാട് ആണ് സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറുവശത്ത് ഇത് മഞ്ജുഷയുടെ അഭിഭാഷകൻ്റെ ഭാഗത്ത് നിന്ന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമല്ലേ എന്നും നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും എന്ന് മാത്രമല്ല, അവസാനം പറഞ്ഞു ബയസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. എന്തായാലും CD പരിശോധിക്കട്ടെ എന്നും കൂടി പറഞ്ഞു. സുഹൃത്തുക്കളെ, എൻ്റെ ഒരു നിരീക്ഷണം ഇത് എല്ലാ ചോദ്യങ്ങളും 2 തരത്തിലും നമുക്ക് വിശദീകരിക്കാമെങ്കിൽ പോലും ഞാൻ ഈ അടുത്ത കാലത്തായി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധികളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഞാനൊരു ദോഷൈക ദൃക്കാണ്, ഒരു പെസിമിസ്റ്റാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മഞ്ജുഷയോടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എല്ലാ ചോദ്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പ്രോസിക്യൂഷനോടൊന്നും ചോദിച്ചതായിട്ടും കണ്ടില്ല.
എന്ന് മാത്രമല്ല പല ചോദ്യങ്ങളും ഒരുമാതിരി അപഹാസ്യമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് കേരള രാഷ്ട്രീയത്തെ അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്. SITയുടെ നേതൃത്വം നൽകുന്നത് SP പകരം ഒരു കമ്മീഷണർ ആയാൽ പോരെ എന്ന് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പരിഹാസ്യമായിട്ട് തോന്നും. കാരണം കേരളത്തിലെ DGP പോലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അറിയാലോ, കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ണൂരിലെ CPMന്റെ നേതൃത്വത്തിന് മുന്നിൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്നതാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമ്പോൾ SP പകരം കമ്മീഷണറും പോരെ എന്ന് ന്യായാധിപൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചിട്ട് അറിയാഞ്ഞിട്ടാണോ എന്നൊരു സംശയം സ്വാഭാവികമായും വരാം. അല്ലെങ്കിൽ അദ്ദേഹം ഒരു തമാശ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രമുഖ പ്രതിയായി നിൽക്കുന്ന ഒരു കേസിൽ CPMന്റെ ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങളും നിശ്ചിത താല്പര്യങ്ങളും അന്തർലീനമായിട്ടുണ്ട് എന്ന് ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു കേസിൽ, നവീൻ ബാബു കൊല്ലപ്പെട്ടതാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്ന ഒരു കേസിൽ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയിപ്പോൾ കമ്മീഷണറല്ല, കമ്മീഷന് മുകളിലുള്ള സൂപ്പർ കമ്മീഷണർ അന്വേഷിച്ചാൽ പോലും അത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാവുന്നവർക്ക് പോലും അറിയാവുന്നിരിക്കെ ഒരു ഹൈക്കോടതി ന്യായാധിപൻ ഈ കേസ് SP അന്വേഷിക്കുന്നതിന് പകരം കമ്മീഷണർ അന്വേഷിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു അസ്കിയത അനുഭവപ്പെടും. അതെനിക്കും അനുഭവപ്പെട്ടു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത് ന്യായാധിപൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ പോകില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ എന്ന്. എനിക്ക് ഈ ന്യായാധിപനോട് എല്ലാ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് പറയാൻ ഉള്ള മറുപടി അത് ന്യായാധിപൻ്റെ ഒരു അജ്ഞതയാണ് എന്നാണ്. ഈ കേസിൽ ഞാൻ പറയുന്നു, ഈ കേസിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് ഇതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഹർജിക്കാരിയുടെ സത്യവാങ്മൂലം പരിശോധിക്കുമ്പം ന്യായാധിപനത് മനസ്സിലാവും. കാരണം ഹർജിക്കാരി കാര്യകാരണ സഹിതം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ രൂപീകരണം പോലും വാസ് പ്രിഫങ്ക്ടറി എന്നാണ് ഈ ഹർജിക്കാരി പറയുന്നത്. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ആ രേഖയൊന്നും പരിശോധിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഞാനത് വായിച്ചിട്ടുണ്ടാകുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫ്രോട്ട് വിത്ത് പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റീസ് എന്നാണ് പറയുന്നത്. ഈ SITയുടെ രൂപീകരണത്തിൽ ഒരു സർക്കാർ ഉത്തരവ് പോലും ഇറങ്ങിയിട്ടില്ല ബഹുമാനപ്പെട്ട ന്യായാധിപ. എന്ന് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പ്രതി എന്നുള്ളത് കൊണ്ട് കളക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥന്മാരും മൊഴി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നാണ് മഞ്ജുഷ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഒരുപക്ഷെ ന്യായാധിപൻ ഈ രേഖകളൊന്നും പരിശോധിക്കാതെ ചോദിച്ചുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് സംതൃപ്തി അടയുകയാണ്. അതല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ പോവില്ല എന്ന് ഉറപ്പുണ്ടോ എന്നൊരു ന്യായാധിപൻ ചോദിക്കുമ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ പൊട്ടിച്ചിരിക്കാനാണ് എനിക്ക് തോന്നുക. വളരെ പരിഹാസ്യമാണ് ആ ചോദ്യമെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ രേഖയൊന്നും ന്യായാധിപൻ പരിശോധിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അജ്ഞത കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായാധിപന് അജ്ഞതയുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോടതിയിലേക്ക് കേസ് വരും. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിക്കുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയും ന്യായാധിപൻ ഈ സത്യവാങ്മൂലം വായിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ തൃപ്തി അടയുകയാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം തന്നെ ഏറ്റവും നിയമവിരുദ്ധമായി നടന്നിട്ടുള്ളതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവർ വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ 9ാമത്തെ പോയിൻ്റായി എഴുതി ചേർത്തിട്ടുള്ളത് ബന്ധുക്കൾ അവരുടെ മൊഴിയെടുക്കണമെന്നാണ്, അവരുണ്ടാവണമെന്നാണ്, സെലോ ടേപ്പ് ലിഫ്റ്റിംഗ് നടത്തണമെന്നാണ്. ഇതൊന്നും നടന്നിട്ടില്ല എന്ന് അഫിഡവിറ്റിൽ മഞ്ജുഷ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ഈ രേഖകൾ വായിക്കാഞ്ഞിട്ടായിരിക്കാം. അച്ഛത കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കോടതി ലക്ഷ്യം വരും. എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ പല വിധികളും പരിശോധിക്കുമ്പോഴുണ്ടാകുന്ന മനോവ്യഥ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഇന്ന് ഈ കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള കൗസർ ഇടപ്പകത്ത് ഉന്നയിച്ച ചോദ്യങ്ങൾ അത്ര ദുരുപദിഷ്ഠിതമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്ര സതുദ്ദേശപരമല്ല എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് ആദ്യമായി നൽകാനുള്ളത്. എന്തായാലും കേസ് ഡയറി പരിശോധിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി വിശദമായിട്ടുള്ള വാദം
കേൾക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഇത് നല്ല രീതിയിൽ ഉരുത്തിരിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇന്ന് നടന്ന വാദത്തിലും ന്യായാധിപൻ്റെ പ്രാഥമിക പ്രതികരണത്തിലും അത്ര തൃപ്തി എനിക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.